ചെമ്പനീർ പൂവിലാണെങ്കിൽ സുധിയാണെങ്കിൽ രവിയുടെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് ആരുമില്ല, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, എന്നെ അമ്മ മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അത് കേട്ടതും നമ്മുടെ രവി ചോദിക്കുന്നുണ്ട്, അപ്പം ഞങ്ങളൊക്കെ ആരാടാ മോനെ നിൻ്റെ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളാരും എന്നെ സ്നേഹിച്ചില്ല, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ രവി ഒരുപാട് സങ്കടപ്പെടുന്നത് കാണുന്ന ശ്രുതിയാണെങ്കിൽ എന്നോട് ക്ഷമിക്കച്ച, ഞാൻ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുപോയി, തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണമെന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതിനിടയിൽ ശ്രുതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, അച്ഛനോട് ഒരുപാട് തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷയായിട്ടായിരിക്കും എനിക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി തന്നിട്ടുണ്ടാവുക അല്ലേ അച്ഛാ എന്ന് ചോദിക്കുന്നത് കാണാം. ഇതിന് ശേഷമാണെങ്കിൽ സച്ചിയാണെങ്കിൽ നമ്മുടെ ശ്രുതിയെ മുറിയിൽ കൊണ്ട് കിടത്തുന്നൊരു കാഴ്ച, വളരെ സങ്കടകരമായൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും കേട്ടോ. ശ്രുതി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. ഇതിനിടയിൽ ചന്ദ്രമതി വന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതിയായിട്ടുള്ള ബന്ധമൊക്കെ എന്തായാലും അവളെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും, ഇനി എൻ്റെ മകന് നല്ലൊരു പെൺകുട്ടിയെ ലഭിക്കുമെന്ന് പറയുന്ന ആ സമയം നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഉണ്ട ലഭിക്കും, നിങ്ങൾ എന്തൊക്കെയായി പറഞ്ഞു വരുന്നത്, അവൻ്റെ അവസ്ഥയൊന്ന് കാണണം, ശ്രുതി ഇല്ലെങ്കിൽ അവന് ജീവിക്കാൻ പോലും കഴിയില്ല, അവനിന്ന് കുടിച്ച് പോലീസ് സ്റ്റേഷനിലായിരുന്നു, നിങ്ങൾ ഇനിയും ശ്രുതി അകറ്റി നിർത്തരുത് എന്ന് പറയുമ്പോൾ, ഇല്ല എൻ്റെ മകനെ ഞാൻ പറഞ്ഞ് നേരേക്കാക്കുമെന്ന് ചന്ദ്രമതി ആത്മവിശ്വാസം കൊള്ളുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. കൂടാതെ ശ്രുതിയുടെ അടുത്ത് പോയിരുന്ന് പൊട്ടിക്കരയാനായിട്ട് തുടങ്ങുന്നതും കാണാൻ കഴിയും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രേക്ഷകരെ, കൂട്ടുകാരെ.